ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാനൊന്ന് പുറത്തു പോയാണ്. എന്ന് വെച്ചാൽ നോമ്പ് മാസമാണല്ലോ. അപ്പൊ നോമ്പ് തുറ, സിസ്റ്ററുടെ വീട്ടില് നോമ്പ് തുറയാണ്. അപ്പൊ നോമ്പ് തുറക്കാൻ പോവാന്ന് വിചാരിച്ചു. എന്നെ ഈ കോലത്തില് നിങ്ങൾ വളരെ അപൂർവമായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപൂർവം എന്നല്ല, ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്ന് വിചാരിച്ചു നോമ്പ് മാസക്കല്ലേ പർദ്ദക്കിടാം എന്ന് വിചാരിച്ചു. പ്രഹസനാണെന്ന് തോന്നിയത് ദയവ് ചെയ്ത്. നോമ്പ് മാസം വരുമ്പോൾ പരമാവധി ഞാൻ പർദ്ദക്കിട്ട് നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇച്ചിരി വൈകുന്നേരമായി, ഒരു 5 മണിയൊക്കെ. നേരത്തെ ചെല്ലണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. ഇപ്പോ ഇറങ്ങാൻ പറ്റിയുള്ളൂ. കുറച്ചൊരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. അപ്പോ ലെഫ്റ്റ്. അപ്പൊ ഇനി കുറച്ച് എങ്ങനെയുണ്ട് ഞാൻ പർദ്ദയൊക്കെ ഇട്ടിട്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റ്. ഞാൻ എപ്പോഴും ഞാൻ ലാഗ് മീൻസ് എല്ലാവരും എത്തിക്കഴിഞ്ഞ് ലാസ്റ്റ് പന്തിക്കേ ഞാൻ എപ്പോഴും എത്താറുള്ളൂ. എന്നും അവർ വിളിച്ചിട്ട് പറയും, ഇത്താത്ത മക്കളൊക്കെ വിളിച്ചിട്ട് മൂട്ടു ഭയങ്കര സ്ലോ ആണ്, ഭയങ്കരമായിട്ട് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുള്ളൂ, പങ്ക്ച്വാലിറ്റി ഇല്ല, ടൈമിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. ഇച്ചിരി നേരത്തെങ്കിലും ഉച്ചയല്ല, നോമ്പ് തുറക്കണേക്ക് മുമ്പ് എത്താന്ന് വിചാരിച്ചിട്ടാണ് പോണേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എല്ലാരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. അവരെല്ലാരും നമ്മൾ കാണാം. ഇന്ന് എന്റെ ഫാമിലിയിൽ കുറച്ചു പേരെ കാണാം. أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ എത്തിപ്പോയി എന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക്. കമോൺ മുതലിവിടെ ഉണ്ട്. ഹലോ, കുറച്ച് എല്ലാരും എന്നെ കളിയാക്കണ. നന്നായി. കമോൺ ബാക്കി എല്ലാവരുടെ അടുത്തേക്ക് ഒന്ന് പോവാ. ഹലോ, എല്ലാരും അബദ്ധത്തിന് കാണിക്കും. മൂത്ത മൊളിച്ചിരിക്കുന്നു മുഖം ഇങ്ങനെ കാണിച്ചിട്ടിരിക്കേ. ഹലോ, എല്ലാരും വിളിച്ചു നിക്കുന്നു. അന്നമ്മ എന്താ പറ്റി? വയ്യ അന്നമ്മക്ക്? കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്, നഗ്ഗറ്റ്സ് പൊരിക്കുകയാണ്. ഇത് കട്ട്ലേറ്റ്. നമ്മളുടെ എന്താണ്, കാടമുട്ട മസാല ഇട്ടത്, തരി കാച്ചിയത്, പിന്നെ നമ്മുടെ ചിക്കൻ കറി, ഇതെന്താ പറയാ, ചെമ്മീൻ കറി. വാവ്, മീൻ മുളകിട്ടത്. ഒരുപാടുണ്ട്. ക്യാബേജ്, പത്തിരി ഒക്കെ തിന്നാൻ നേരത്തെ നമുക്ക് നോക്കാം ഗൈസ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കട്ട്ലറ്റ്, സമൂസയും മടക്ക് ഓല ഡിസൈൻ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയുണ്ട്, മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, പേരക്കയുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്. അമ്മിന്റെ വരുന്നത് പ്ലേറ്റുകൾ വിളമ്പാണ്. അതെല്ലാം ചേക്കന്മാര് വന്ന് എവിടെ ബാക്കിയുള്ളത് എന്ത് ഒന്ന് വെച്ചാ മതിയോ? അതന്നെ, നിങ്ങളെല്ലാരും കൂടെ വായ.
ഓക്കെ ദാ കുഞ്ഞിട്ടാ അല്ല കുഴപ്പമില്ല അങ്ങോട്ട് വെച്ചോ. കുഞ്ഞിട്ടാ ആരാ ഇതില് മുന്തിരി ആപ്പിൾ വെച്ചില്ല, മുന്തിരി വെച്ചില്ല, മുന്തിരി ഓറഞ്ച് വെച്ചില്ല, ഓറഞ്ച് എല്ലാരും തിന്നൊന്നുമില്ല ഇനി. അത് ഫ്രൂട്ട്സുകൾ തീർക്കും. ഞങ്ങളുടെ നോമ്പുതറയുടെ ഫ്രൂട്ട്സ് അവിടെ വീഡിയോ എടുത്തിരിക്കുന്നു. നോമ്പുതറ ഇത് തരി കാച്ചിയതാണ്. തരി കാച്ചിയത് മീൻസ് ഞങ്ങളുടെ ഇവിടെ റവ കാച്ചിയതാണ്. പിന്നെ ഫ്രൂട്ട്സ്, കട്ട്ലേറ്റ്, സമൂസ, നഗറ്റ്സ്, എന്താണ് നമ്മുടെ കാടമുട്ട, പിന്നെ ബാക്കി ഫ്രൂട്ട്സുകളൊക്കെ എല്ലാവരും കൂടി. ഫോട്ടോ എനിക്ക് സോസ് വേണ്ട. നോ സോസ്, സോസ് വെച്ച് ടേസ്റ്റ് പോകും. ഇത് വന്നിരുന്നിട്ട് നോമ്പ് തുറക്കും. ഇതിന് സമയം 27. നീ ഇരിക്കണേ അതിനാൽ അത് മാത്രമേ ഇഷ്ടമുള്ളൂ. മുട്ടയും പപ്സും. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കണ്ട. ഇതിൽ ഫ്രൂട്ട്സ് കഴിക്കണ്ട കേട്ടാ. ഫ്രൂട്ട്സ് കഴിച്ചാൽ സൗന്ദര്യം വെച്ചാലോ. അതുകൊണ്ട് നീ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. സ്നാക്സ് ഒന്ന് ചൂടെടുക്കണേ കേട്ടല്ലേ. ഇവിടെ ഉണ്ടെന്ന്, ഫ്രണ്ടിലുണ്ടെന്ന്. ഭയങ്കര ഇടങ്ങേറ്. അങ്ങനെ നോമ്പ് തറയും കഴിഞ്ഞു. ഞങ്ങൾ ചെറുതായിട്ട് ഗെയിമൊക്കെ കളിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ സിസ്റ്റേഴ്സ് എല്ലാവരും ഫുഡ് കഴിച്ചു. ലാസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു. കൊള്ളായിരുന്നു. ഫസ്റ്റ് ഇത് നോമ്പ് തുറന്നപ്പോൾ തന്നെ വയറ് ബുമ്മിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് പത്തിരിയൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ദിവസം ഭയങ്കര രസമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിചാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പോവാൻ ടാറ്റ പറഞ്ഞു ഇറങ്ങി. അപ്പോൾ ടാറ്റ.
വന്ന കോലം നല്ല കോലം, തിരിച്ചു പോണ കോലം എല്ലാരും. അപ്പൊ നിങ്ങള് പോവുകയാണ്, ഗൈസ് 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 ഗൈസ്.